ഹലോ മക്കൾസ്, അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന കേരള സിലബസിലെ 5th സ്റ്റാൻഡേർഡിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ, മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്പർ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്പർ വേൾഡ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താ, നമ്മളുടെ നമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്പർ എങ്ങനെ നമുക്ക് വായിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതിൻ്റെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഒരു നമ്പർ ഇപ്പോൾ എഴുതുമ്പോൾ അതിനെ ഫസ്റ്റ് നമുക്ക് എങ്ങനെ വായിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ പറയുക അതിനെ വൺസ് എന്ന് പറയും. വൺസ്, ടെൻസ്, 100, 1000 അങ്ങനെയാണ് നമ്മളത് വായിച്ച് പോകാനുള്ളൊരു മെത്തേഡ്. അപ്പോൾ നമുക്ക് ആദ്യം അതറിയുമെങ്കിൽ പിന്നെ ബാക്കി എന്താ പറയുക വായിക്കാനൊക്കെ സിമ്പിളായിട്ട് നടക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക വൺസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺസ് ഞാൻ എഴുതുന്ന ഓപ്പോസിറ്റ് അല്ലേ തന്നെ. വൺസ്, അത് കഴിഞ്ഞാൽ ടെൻസ്, വൺസ് ടെൻസ്, അത് കഴിഞ്ഞാൽ 100, വൺസ് ടെൻസ് 100, അത് കഴിഞ്ഞാൽ 1000 കഴിഞ്ഞാൽ 10,000 കാണില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ, പക്ഷെ കുഴപ്പമില്ല, പറയണ വെച്ചിട്ട് കേട്ടാൽ മതി. അതായത് വൺസ് ആദ്യത്തെ നമ്പറിനെ നമ്മൾ പറയാം വൺസ് എന്നാണ്. അത് ബാക്ക് സൈഡിൽ നിന്നുണ്ടാണ്. അപ്പോൾ ഞാൻ പറയാണ് 5, 3, 6, 8 ഈ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഇതിനെങ്ങനെ വായിക്കാൻ നമ്മൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്കിൽ നിന്ന് എണ്ണണം. 8 നിന്നാണ് ഇവിടെ ഇതല്ലേ ബാക്ക്. അപ്പോൾ ഇവിടെ ഇതാണ് വൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്കിൽ ഈ ഫസ്റ്റ് നമ്പർ എന്താണ്, ഇത് വൺസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഈ നമ്പർ എന്താണ്, അത് ടെൻസ് ആണ്. ടെൻസിൻ്റെ പൊസിഷനിലാണ് അത് കിടക്കുന്നത്. മൂന്നാമത്തെ ഈ നമ്പർ എന്താണ്, വൺസ് ടെൻസ്. അപ്പോൾ മൂന്നാമത്തേത് 100ന്റെ പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നാലാമത്തെ ഈ നമ്പർ എന്താണ്, നാലാമത്തെ നമ്പർ കിടക്കുന്നത് 1000ന്റെ പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വായിക്കാം, 5000, 5000, 5368, 5368 എന്ന് നമുക്ക് വായിക്കാം. ഓക്കെ, അപ്പോൾ 5368 എന്ന് നമുക്കതിനെ വായിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫസ്റ്റത്തെ നമ്മളൊരു നമ്പർ എഴുതുമ്പോൾ ആദ്യം ബാക്കിൽ നിന്നാണ് വായിക്കേണ്ടത്. ആദ്യം എന്താണ് വൺസ്, അത് കഴിഞ്ഞാൽ പിന്നെ ടെൻസ്, പിന്നെ 100, അത് കഴിഞ്ഞാൽ 1000 കഴിഞ്ഞാൽ പിന്നെ എന്താ 10,000 കഴിഞ്ഞു. 10,000 കഴിഞ്ഞാൽ 1 lakh കഴിഞ്ഞാൽ പിന്നെ 10 lakh കഴിഞ്ഞാൽ പിന്നെ ക്രോറ്, പിന്നെ 10 crore, 100 crore അങ്ങനെ ആയിട്ട് വരും. പിന്നെ നമ്മളതിനെ പിന്നെ മില്യൺ, ട്രില്യൺ, ബില്യൺ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമുക്ക് വായിക്കേണ്ടത്. അത് നമ്മളിവിടെ ഒരു നമ്പർ എഴുതുമ്പോൾ ബാക്കിൽ പോയി തുടങ്ങണം. ബാക്കിലത്തെ ഫസ്റ്റ് നമ്പർ ആയിരിക്കും വൺസ് ആ പൊസിഷനിൽ കിടക്കണം. അപ്പോൾ നമുക്കിനി കുറച്ച് നമ്പറുകൾ തരാം. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തുടങ്ങാം. ഇതെന്താ കാണില്ല, ഇത് 3 എന്ന് പറയും. ഇത് വരുമ്പോൾ 36, 36 ആയിട്ട് മാറി. ഇത് 36 ആയിട്ട് മാറി. പിന്നെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരെണ്ണോട് ഇത് 362. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വായിക്കാം. ഇത് യൂണിറ്റ് പ്ലേസ്, ഇത് ടെൻസ് പ്ലേസ്, ഇത് മൂന്നാമത്തെ നമ്മൾ എന്താണ് 100ന്റെ പ്ലേസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ 300 ആണ്. അപ്പോൾ 362, ഇത് 62 എന്നല്ലേ വായിക്കുക. അപ്പോൾ 362 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആയിട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ 1000ന്റെ ഇപ്പോൾ ഇതാക്കാണ് 3, 6, 8, 2 ഇങ്ങനെ ഒരു പൊസിഷൻ വരുമ്പോൾ യൂണിറ്റ് ടെൻസ് 100, 1000. അപ്പോൾ എന്തായി പറയും 3682. നമ്മൾ ആദ്യം പറയട്ടെ 3682. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് വന്നു. ഇനി നമുക്ക് കുറച്ചും കൂടി വലിയൊരു നമ്പർ ഏതാ, 36892 ഇങ്ങനെ വന്നു. അപ്പോൾ എന്തായിട്ട് മാറി യൂണിറ്റ് ടെൻസ് 100, 1000, 10,000. അപ്പോൾ എന്തായിട്ട് 10,000. അപ്പോൾ നമ്മൾ എന്ത് എഴുതാൻ പറ്റുമോ, 10,000, 6,892 അങ്ങനെ പറയാൻ പറ്റുമോ. 2,000 അങ്ങനെ പറയണ്ട. നമ്മൾ എന്ത് 1000-നൊക്കെ ഒന്നിച്ച് പറയാം. അപ്പോൾ എന്ത് 36 എന്നായിട്ട് പറയാം. ഈ 3,000 അങ്ങനെ 2 ടേമായിട്ട് പറയാണ്ട് 36,892 എന്നുള്ള ഇതിൽ പറയാം. നിങ്ങൾക്ക് ബോർഡ് കാണുന്നുണ്ടോ എനിക്കറിയില്ല, കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ 36 2,000 ഒന്നിച്ച് പറയും 36,892 അങ്ങനത്തെ ഒരു ടേമിൽ പറയേണ്ടി വരും. ഓക്കെ, ഇനി കുറച്ച് നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് എന്താ പറയുക, പേജ് നമ്പർ 25 തന്നിട്ടുണ്ട്. ഈ
അവിടെ ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ആ ഒരു പേജ് നമ്പർ എടുക്കുക. അപ്പോൾ അതിൽ ഇൻ 2023 നമ്മളെന്താ പറയുക 2023 എന്ന് പറയും. അത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? യൂണിറ്റ്, ടെൻസ്, 100, 1000 1000ലാണ് എടുക്കുന്നത്. അപ്പോൾ 2000 എന്താ 23 2000 അവിടെ 0 ആണ് വായിക്കണം. 2023 എന്ന് വരും. പിന്നെ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ ഈസ് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ വന്നിട്ടുണ്ട്. 35659 ആ ഒരു നമ്പറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ 9 എന്ന് പറയുന്നത് എന്താ? 9 എന്ന് പറയുന്നത് യൂണിറ്റിൻ്റെ പ്ലേസ്, 6 എന്ന് പറയുന്നത് ടെൻസിൻ്റെ പ്ലേസ്, 5 എന്ന് പറയുന്നത് 100ൻ്റെ പ്ലേസ്, 6 എന്ന് പറയുമ്പോൾ 1000ൻ്റെ പ്ലേസ്, 5 എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായിട്ട് മാറി 1000 കഴിഞ്ഞാൽ 10,000ൻ്റെ പ്ലേസ്, അപ്പോൾ 3 എന്ന് പറയുമ്പോൾ 1 lakhന്റെ പ്ലേസ്. അപ്പം അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ ഇവിടെ തുടങ്ങാം 3 lakh. അപ്പോൾ 3 lakh പിന്നെ 2000 നമ്മൾ പറഞ്ഞു, വേറെ പറയണ്ട, 2000 ഒന്നിച്ച് 56,000 3,56,569 അങ്ങനെ വരും. ഇനി അതുപോലെ തന്നെ അവിടെ വന്നിട്ടുണ്ട് മാക്സിമം വരും. അവിടെ 40645 ഇങ്ങനെ ഒരു നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോവാം. ബാക്കിൽ ഫസ്റ്റ് നമ്പർ എന്താ കിടക്കുന്നത്? 8 ആണ് കിടക്കുന്നത്. 8 ഏത് പൊസിഷനില? 1's പൊസിഷൻ. 5 ഏത് പൊസിഷനില? 10's പൊസിഷൻ. 4 ഏത് പൊസിഷനില? 100ൻ്റെ പൊസിഷൻ. 6 ഏത് പൊസിഷനില? 1000ൻ്റെ പൊസിഷൻ. 0 ഏത് പൊസിഷനില? 10,000ൻ്റെ പൊസിഷൻ. 4 ഏത് പൊസിഷനില? ലാക്കിൻ്റെ പൊസിഷൻ. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? 4 lakh പിന്നെ 0 ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് 1000 നിന്ന് തുടങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4,06,458 4 lakh 0 കൂട്ടല്ലേ 4 lakh പിന്നെ 6,000 എന്തായിട്ട് 4,06,458 ആ ഒരു നമ്പർ അവിടെ ഫില്ലായി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അക്കോർഡിംഗ് ടു ദ എത്രയാണ് 2011 അപ്പോൾ 2011 എന്താ വരിക? 1 ആണ് യൂണിറ്റ്, ഇവിടെ 1 ടെൻസ്, 0 എന്ന് പറയുന്നത് ഏതാണ്? 0 എന്ന് പറയുന്നത് 100, ഇപ്പോൾ 2 എന്ന് പറയുന്നത് 1000. അപ്പോൾ 2000 0 കൂട്ടരുത് 2011. ഓക്കെ, ആ സെൻസസിൽ എന്ത്? ദ പോപ്പുലേഷൻ ഓഫ് കേരള വാസ് എന്താ 33,406,061 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ വായിക്കണം. അപ്പോൾ എങ്ങനെ വായിക്കും? ബാക്കിലേക്ക് പോവാം. 1 എന്താണ്? 1 എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. 6 എന്ന് പറയുന്നത് ടെൻസ് ആണ്. 0 എന്ന് പറയുന്നത് 100 പൊസിഷനിലാണ് ഇരിക്കുന്നത്. 6 എന്ന് പറയുന്നത് 1000ൻ്റെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. 0 എന്ന് പറയുന്നത് 1000 കഴിഞ്ഞാൽ എന്തെങ്കിലും പറയും 10,000ൻ്റെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. 4 എന്ന് പറയുന്നത് 10,000 കഴിഞ്ഞാൽ 1 lakhന്റെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ 3 എന്ന് പറയുന്നത് എത്ര? 4 എന്ന് പറയുന്നത് 1 lakh ആയാൽ 3 എന്ന് പറയുന്നത് 10 lakhന്റെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ 3 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? 4ന്റെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ക്രോർ. അപ്പോൾ നമുക്ക് വായിക്കാം 3,34 lakh പിന്നെ 0 കൂട്ടരുത് 6,061. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് വായിക്കാം. അപ്പോൾ ലാക്ക് 10 lakh കഴിഞ്ഞാൽ പിന്നെ ക്രോർ പറയാം കേട്ടോ. ക്രോറിൻ്റെ പൊസിഷനിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻഡ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വാസ് അതൊരു വലിയൊരു നമ്പറാണ് തന്നിട്ടുള്ളത് 121,085,4977 ഇതാണ് നമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിൽ നിന്ന് വായിക്കാം. 7 യൂണിറ്റ് പ്ലേസ്, പിന്നെ 7 ടെൻസ് പ്ലേസ്, പിന്നെ 9 100 പ്ലേസ്, പിന്നെ 4 1000ൻ്റെ പ്ലേസ്, പിന്നെ 5 10,000ൻ്റെ പ്ലേസ്, പിന്നെ 8 10,000 കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ട് മാറി? 1 lakhന്റെ പ്ലേസ്, പിന്നെ 0 10 lakhന്റെ പ്ലേസ്, പിന്നെ 1 crore-ന്റെ പ്ലേസ്, പിന്നെ 2 10 crore-ന്റെ പ്ലേസ്, പിന്നെ 100 crore-ന്റെ പ്ലേസ്. അപ്പോൾ ക്രോറുകൾ നമുക്ക് ഒന്നിച്ചാക്കി എന്തായിട്ട് മാറും? 121 crore 0 കൂട്ടരുത്. അത് പിന്നെ ക്രോർ കഴിഞ്ഞാൽ 8 lakh വരുന്നത്. 8,54,977. അപ്പോൾ അങ്ങനെ വലിയൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ആ പൊസിഷൻ അനുസരിച്ച് നമ്മൾ ആ സാധനത്തിനെ വായിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നുണ്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഫ്രം 1 to 11 ഈസ് എത്രയാണ്? വായിക്കാനാണ് 399,16,800.
യൂണിറ്റ് 0, ടെൻസ് 0, 8 ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്? 100ന്റെ പൊസിഷനിലാണ്. 6 ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്? 1000ന്റെ പൊസിഷനിലാണ്. പിന്നെ ആരാ? 1 ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്? 10,000ന്റെ പൊസിഷനിലാണ്. 9 ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്? 10,000 കഴിഞ്ഞാൽ 1 lakhന്റെ പൊസിഷനിലാണ്. പിന്നെ 9 ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്? 10 lakhന്റെ പൊസിഷനിലാണ്. 3 ഏതില്ല? ക്രോറിന്റെ പൊസിഷനിലാണ്. അപ്പോൾ 3,99,16,800 ഇതാണ് നമുക്ക് വായിക്കാൻ. അപ്പോൾ ഇങ്ങനെ നമ്പർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1s, 10s, 100 എന്നുള്ള പൊസിഷൻ വെക്കുക, എന്നിട്ട് വായിക്കുക. എന്നിട്ട് ഒരുപോലെയുള്ള ലാക്കുകളിൽ ഒന്നിച്ച് വന്നാൽ നമ്മൾ അതിനെ ഒന്നിച്ച് പറയാം, ലാക്ക് എന്ന് പറയാം. തൗസൻഡുകൾ ഒന്നിച്ച് വന്നാൽ നമ്മളിങ്ങനെ സെപ്പറേറ്റ് പറയണം, അതിനെ രണ്ടിനും ഒന്നിച്ച് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഗ്രോയിങ് നമ്പേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. മറ്റേതൊക്കെ ഫസ്റ്റ് ഒരു ഡിജിറ്റ് ആണ് ഈ 3 എന്ന് പറയും, 2 ഡിജിറ്റ് ആണ് ഇപ്പോൾ 36, 44, 50, അങ്ങനെ 50 ടി എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ വരില്ല. അപ്പോൾ 56, 84 അങ്ങനെ ആയിട്ട് നമ്മൾക്ക് വായിച്ചു പോവാം. മറ്റേത് വരുമ്പോൾ 100, പിന്നെ 1000, അത് നമ്മൾ ഈ നമ്പർ വാല്യൂവിനെ പൊസിഷൻ വെച്ചിട്ട് അങ്ങനെ വായിച്ചു പോവാം. അപ്പോൾ അതൊക്കെയാണ് റീഡിങ് ദിസ് നമ്പേഴ്സ്. ഇങ്ങനെ റീഡ് ചെയ്യുക, അങ്ങനെ റൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഇങ്ങനെയാണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഗ്രോയിങ് നമ്പേഴ്സിലേക്ക് പോകാം. ഓക്കെ മക്കൾ, അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് എത്ര 1 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 1 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കൂട്ടും? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കൂട്ടുമോ? ഇല്ല, 10ൽ 1 ഉണ്ട്, 0 ഉണ്ട്, 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ അത് അല്ല. അപ്പോൾ 1 മുതൽ എത്ര 9 വരെ അങ്ങനെയാണ് നമ്മൾക്ക് 1 ഡിജിറ്റ് നമ്പർ പറയുന്നത്. 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 2 നമ്പർ ഉള്ളത്. 3 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 3 നമ്പർ ഉള്ളത്, അതായത് 3 സംഖ്യകളിൽ. ഇപ്പോൾ 100 ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. 99 അതൊരു 2 ഡിജിറ്റ് നമ്പറാണ്. 5 അതൊരു 1 ഡിജിറ്റ് നമ്പറാണ്. 4 ഡിജിറ്റ് നമ്പർ വരുമ്പോൾ 4 ലെറ്റേഴ്സ് വരുന്നതാണ്. അത് അങ്ങനെയാണ് നമ്മൾ 1 ഡിജിറ്റ് നമ്പർ, 2 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം. ഇപ്പം നമ്മളോട് പറയുകയാണ്, അതായത് 10 മുതൽ 99 വരെ എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 10 മുതൽ, അപ്പോൾ നമ്മൾ ഇരുന്ന് എണ്ണുണ്ട്. ഇപ്പോൾ ഞാൻ എണ്ണി പോലെ എണ്ണുണ്ട് 10, 11, 12, പക്ഷേ 99 വരെ നമ്മൾ എണ്ണണം. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ 90 ലാസ്റ്റ് നമ്പർ ഇല്ലേ തന്നിരിക്കുന്ന 99, ഈ 99 നമുക്ക് എന്ത് ചെയ്താൽ മതി? 10നെ കുറച്ചാൽ മതി. അതായത് 99 നമുക്ക് എന്ത് ചെയ്താൽ മതി? 10നെ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിനുള്ള ആൻസർ കിട്ടും. അപ്പോൾ എത്ര വരും? 9ഉം 89. അപ്പോൾ 89 നമ്പേഴ്സ് ആയിരിക്കും അവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ നമ്പർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ മതി? വലിയ ഡിജിറ്റിൽ നിന്ന് ചെറിയ ഡിജിറ്റ് ആ തന്നിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. There are 99 numbers from 1 to 99. We have to remove 1 digit numbers 1 to 9 from this. 1 മുതൽ 99 വരെ 99 നമ്പറുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അവർ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് അതിന് എന്ത് ചെയ്യണം? 1, 2, 3, 4, 5, 6 ഇങ്ങനെ 1 ഡിജിറ്റ് നമ്പർ ഇല്ലേ? 1 ഡിജിറ്റ് നമ്പർ അതിൽ നിന്ന് കളഞ്ഞിട്ട് ബാക്കി എത്ര ഉണ്ടെന്ന് പറയണം. 1 മുതൽ 99 വരെ അവർ പറഞ്ഞു 99 നമ്പർ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് എത്ര വേണ്ട? 1 to 9 വരെ വേണ്ട. 1 to 9 വരെ എത്ര ഡിജിറ്റുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു? 1 to 9 വരെ 9 ഡിജിറ്റുകളില്ലേ? അതിനെ ആ 9 എണ്ണത്തിൽ നിന്ന് കളഞ്ഞിട്ട് ബാക്കി ഇരിക്കണം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, അതായത് 1 to 9 വരെ 9 നമ്പർ, ഈ 9 നമ്പറിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ആ ടോട്ടൽ 99 നമ്പറിൽ നിന്ന് 9നെ കളയണം. അപ്പോൾ എന്ത് ചെയ്യണം? ആ ടോട്ടൽ 99 നമ്മൾ എന്ത് ചെയ്യണം? ഈ 9നെ സബ്സ്ട്രാക്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 99 മൈനസ് 9. അപ്പോൾ എത്രയാണ് വരുന്നത്? 90 ആണ് അല്ലേ? 99 9 കട്ടായി പോകുന്നു. അപ്പോൾ നമുക്ക് 90 വരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതാക്കുക. അതായത് തന്നിട്ടുണ്ട് ഒരു ടോട്ടൽ ഇത്ര നമ്പർ ഉണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് അതിലുള്ള ആ 1 ഡിജിറ്റ് നമ്പറിനെ കളയാം. അപ്പോൾ നമുക്കറിയാം 1 ഡിജിറ്റ് നമ്പർ ഏതാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 9 എണ്ണത്തിന് നമുക്ക് ഈ തന്നിരിക്കുന്ന 99 നിന്ന് കളയാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യണം. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ഡിജിറ്റ് നമ്പർ തന്നു, 1ഉം 3ഉം. എത്ര ഡിജിറ്റ്, എത്ര നമ്പറുകൾ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും? 1ഉം 3ഉം അതായത് എത്ര നമ്പറുകൾ ഉണ്ടാക്കാൻ പറ്റും? 1 ഫ്രണ്ടിൽ കൊടുക്കുക, 3 രണ്ടാമത് കൊടുക്കുക. 13 എന്ന് പറയുന്നത് ഒരു നമ്പറായില്ലേ? ഈ രണ്ടാമത് വരുമ്പോഴോ 3 ഫസ്റ്റ് വരും, പിന്നെ 1 സെക്കൻഡ് വരും. അപ്പോൾ എന്ത് 31. അപ്പോൾ 2 നമ്പർ എന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്പർ ഫോം ചെയ്യാൻ പറ്റുന്നു? 2 നമ്പർ ഫോം ചെയ്യാം. ഇനി ഞാനിപ്പോൾ പറയാണ് 3 നമ്പർ തന്നു. അങ്ങനെ 3 നമ്പർ തന്നു കഴിഞ്ഞാൽ എത്ര ഡിജിറ്റുകൾ ഫോം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. 3 നമ്പർ തന്നു കഴിഞ്ഞാൽ
അപ്പോൾ 1 3 7 ഇതിൽ എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ എന്ത് വെച്ചിട്ടില്ലേ, ഈ ഒന്നെന്ന് പറയണത് നിർത്താം. ഒന്നെന്ന് പറയണത് അവിടെ ഒറ്റ പൊസിഷനിൽ നിർത്താം. എന്നിട്ട് ഇപ്പോൾ ഒരു നമ്പർ 1 3 7 ഇത് ഒരു നമ്പറാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഒന്നെന്ന് പറയണത് ഇവിടെ നിർത്തിയിട്ട് 7നെ രണ്ടാമത് കൊടുക്കുക. 7 അതായത് ഇവിടെ യൂണിറ്റ് ടെൻസിൻ്റെ പൊസിഷനിൽ കൊടുക്കുക. 7 3 ഇത് രണ്ടാമത്തെ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്പർ ഇത്, രണ്ടാമത്തെ നമ്പർ ഇത്. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഒന്നിന് പകരം ഞാനിപ്പോൾ 3നെ കൊടുക്കുന്നു. ഇതേ 3നെ കൊടുത്തു. 3 എന്ത് എഴുതാം, 7 1 അത് ഒരു നമ്പറായി. പിന്നെ 3 1 7 ഇതിപ്പോൾ അടുത്ത നമ്പറായി. ഇനി 3ന് പകരം നമ്മൾ എന്ത് ചെയ്യുക, 7നെ കൊടുക്കുക. അപ്പോൾ 7നെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, 7 3 1 ഇതൊരു നമ്പർ എഴുതാം. അല്ലെങ്കിൽ 7 1 3 ഇങ്ങനെ പൊസിഷൻ മാറ്റിക്കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ 3 നമ്പർ കൊണ്ട് 1 2 3 4 5 6 നമ്പറാണ് നമുക്ക് എന്ത് കിട്ടിയത്, ടോട്ടല് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 6 നമ്പർ ഇത് ചെയ്ത് ടോട്ടൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, 4 നമ്പർ തന്നു. ഇപ്പോൾ 1 3 7 അല്ലേ തന്നത്, അതിന് പറയാൻ 1 3 7 2 കൂടി തരാണ്. അപ്പോൾ 4 നമ്പർ തരുവാണെങ്കിൽ ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേ എഴുതണം. ആദ്യം 1നെ നിർത്തുക, പിന്നെ 3നെ നിർത്തുക, അങ്ങനെ ഇങ്ങനെ എഴുതി എഴുതി നമ്മൾ നോക്കണം. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 24 നമ്പർ ആയിരിക്കും. നിങ്ങൾ പഠിച്ച് എഴുതണമെങ്കിൽ എഴുതി നോക്കുക. പക്ഷേ 24 നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുക, നിങ്ങൾക്ക് 24 നമ്പർ ആയിരിക്കും. പറഞ്ഞ് 24 ഡിജിറ്റുകളാണ്. അങ്ങനെ 4 ഡിജിറ്റ് നമ്മളിങ്ങനെ എഴുതി നോക്കേണ്ടി വരും. 1നെ ഫിക്സ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളതിനെ മാറ്റി മാറ്റി പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 3നെ ഫിക്സ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ളതിനെ മാറ്റി, അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ എത്രയും 24. അപ്പോൾ എത്ര പറഞ്ഞേ, 3 ഡിജിറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 നമ്പർ ആയിരിക്കും. 4 ഡിജിറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 24 നമ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്നത് മനസ്സിലാക്കി വെക്കുക, അത്രയും കിട്ടുന്നത്. നമുക്ക് എഴുതി നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എഴുതി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര എണ്ണം കിട്ടുന്നുള്ളൂ. പക്ഷേ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ എഴുതി ഇങ്ങനെ ഡിജിറ്റുകൾ ഇങ്ങനെ മാറ്റി മാറ്റി എഴുതി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് വന്നിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഇപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഈ ഇപ്പോൾ 4 ഡിജിറ്റ് ഞാൻ പറഞ്ഞത് എത്ര, 1 3 7 5 ആയിരുന്നു. അതിൽ ഒരെണ്ണത്തിൻ്റെ പകരം 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യും, 24 ഫോം ചെയ്യുമോ, 24. അങ്ങനെ 0 ആണ് അവിടെ വന്നിരുന്നെങ്കിൽ അവിടെ 24 ഡിജിറ്റ്സ് ഫോം ചെയ്യും. കാരണം 4 എണ്ണം ആണെങ്കിൽ അവിടെ 24 എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ 0 വന്നു കഴിഞ്ഞാൽ ആവോ, ഇല്ല. കാരണം 0 ഫ്രണ്ടിൽ ഫസ്റ്റത്തെ ഡിജിറ്റ് 0 ആയിട്ട് ഒരു നമ്പർ നമുക്ക് അവിടെ എഴുതാൻ പറ്റില്ല. അപ്പം എന്താണ്, അതായത് നമ്മൾ ഒരു ഡിജിറ്റ് ഇപ്പം നമ്മൾ പറയും, ഇപ്പം ഞാൻ പറയണേ 1 3 7 5 ഇങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് ഞാനിപ്പോൾ എന്ത് എഴുതും, നമ്മൾ പറഞ്ഞു 1 3 7 5 ഒരു നമ്പർ, 1 5 7 3 ഇതിങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 6 നമ്പർ ഇങ്ങനെ ഇതിൽ നിന്ന് ഈ ഒരു സെറ്റിൽ നിന്ന് കിട്ടും. 6 നമ്പർ ഇപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 1 7 5 3 ഇങ്ങനെ ഇങ്ങനെ 6 നമ്പർ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫസ്റ്റ് 0 ആണെങ്കിൽ നമ്മളിവിടെ 1 7 5 എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ഈ നമ്പർ കൂട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഈ നമ്പർ, അതായത് ഇങ്ങനെ ഈ ഫസ്റ്റ് 0 വന്നിട്ടുള്ള നമ്പറുകൾ കൂട്ടില്ല. അപ്പോൾ ഇങ്ങനെ 4 ഡിജിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിന് എങ്ങനെയാണ് 6 പ്രാവശ്യമാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് 6 × 4 ആണ് 24. നമ്മൾ 24 വരും എന്ന് പറഞ്ഞു. 24 എങ്ങനെയാണ് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റ് ഇങ്ങനെ എഴുതി എഴുതി വരുമ്പോൾ 6 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാണാൻ പറ്റും. അങ്ങനെയാണ്. പക്ഷെ 0 വരുമ്പോൾ ഈ 6 പ്രാവശ്യം ഇല്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ആ 6ന് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ 24 നിന്ന് ഈ 6നെ കുറച്ചാൽ മതി. ടോട്ടൽ 24 നിന്ന് 6നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടും. അതായത് നമ്മൾ പറഞ്ഞു 4 ഡിജിറ്റ് ആണെങ്കിൽ മാക്സിമം 24 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം 24 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 4 ഡിജിറ്റ് ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ട്, 6 പ്രാവശ്യം ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തത് 6 പ്രാവശ്യം, മൂന്നാമത്തത് 6 പ്രാവശ്യം, നാലാമത്തെ 6 പ്രാവശ്യം ഇതുപോലെ എഴുതാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 6 കൂട്ടിയിട്ടാണ് 24 ആക്കുന്നത്. പക്ഷേ 0 വരുവാണെങ്കിൽ എന്താണ്, 0 വരുവാണെങ്കിൽ ഫസ്റ്റത്തെ ഈ 0 ഉള്ള ഡിജിറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0 ഉള്ളത് കുറയ്ക്കുക. അപ്പോൾ 6 3 പ്രാവശ്യം 6 നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് അവിടെ വരുന്നത്. അപ്പോൾ 6 3 18 അവിടെ ഉത്തരം വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് 24 എങ്ങനെ വരുമെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്താ നമ്പർ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ സിമ്പിളാണ്. നമ്മൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എങ്ങനെ നമ്മൾക്ക് ഇതിനെ എഴുതാം, നമ്പേഴ്സിനെ എഴുതാം. 0 10s 100 1000 ആ ഒരു ഫോം എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾ പഠിക്കുക. അത് അറിഞ്ഞു വെച്ചാൽ തന്നെ മാക്സിമം ഇതിന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റേതല്ലേ, നമ്പറുകളുടെ തമ്മിലുള്ള ഡിഫറൻസ് അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. നിങ്ങൾ പഠിക്കേണ്ട കാര്യം 2 നമ്പർ ആണെങ്കിൽ, 2 നമ്പർ തരാണെങ്കിൽ അവിടെ മാക്സിമം 2 എണ്ണേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1 3 ആണെങ്കിലും 31 അങ്ങനെ 2 നമ്പർ ഫോം ചെയ്യും. 2 നമ്പർ തന്നാൽ 2 എണ്ണം, 3 നമ്പർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
6 എണ്ണം. 4 നമ്പർ തന്നു കഴിഞ്ഞാൽ 24 എണ്ണം. അപ്പോൾ പഠിച്ചേക്ക 24 ഉണ്ടാക്കാം. ഈ 4 നമ്പറിൽ ഒരെണ്ണം പൂജ്യമാണെങ്കിൽ അവിടെ എന്തുണ്ടാവുള്ളൂ? 18 വരുള്ളൂ. അവിടെ 18 വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ ആ ഒരു കണ്ടന്റ് ലാസ്റ്റ് പോർഷന് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.